ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വരട്ടിയതാണ്. നല്ല കിടുക്കാച്ചി മട്ടൻ വരട്ടിയത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മട്ടൻ്റെ 2 വലിയ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാലിൻ്റെ ഒരു പീസും ആ തണ്ടലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മൾ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളായി. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇടാം. നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ 6 വിസിലടിക്കുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബീഫ്, മട്ടനൊക്കെ വരട്ടാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റാണ് നമ്മളെ മട്ടന്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഓരോരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 വലിയ സവാള നൈസാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വാടി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മട്ടനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്ന വരെ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ നല്ല ജീരകവും പെരിഞ്ജീരകവും പൊടിച്ചത് 1/2 ടീസ്പൂൺ നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിട്ട കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിന് മേലെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 പിടി മല്ലിയില അരിഞ്ഞത് നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതുകൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കണം.
അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളെ മട്ടൺ വരട്ടിയത്. അപ്പോൾ മട്ടൺ വരട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വരട്ടി നോക്കാം. ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.